അപ്പൊ ഗൈസ് ഞങ്ങളിപ്പോ നിൽക്കുന്നത് പുത്തൂർ സുവോളജിക്കൽ പാർക്കിന്റെ ഉദ്ഘാടന വേദിയിൽ നിന്നാണ്. ഒരുപാട് റഷാണ്. കാരണം പിന്നെ ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉത്സവം പോലെയാണ് എല്ലാം നടക്കുന്നത്. കാരണം നാട് മൊത്തം ഇതിന് ഒന്നൊന്നായി അല്ലെ എല്ലാരും ഒറ്റക്കെട്ടായി നിന്ന് മന്ത്രിമാരൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അത് മന്ത്രിമാർ വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ നടനായ TG രവി സാർ വന്നിട്ടുണ്ട്. പിന്നെ ഒരുപാട് മന്ത്രിമാര്, MP, MLA മാര് എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ വിഷ്വൽസ് കാണാനെല്ലാം നിങ്ങൾക്ക് ഞങ്ങൾ കാണിച്ചു തരുന്നതാണ്. ഇവിടെ വളണ്ടിയർമാരുണ്ട്. ആ വളണ്ടിയർമാരെ പറയുന്ന നീണ്ട 4 പതിറ്റാണ്ടുകളുടെ കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് 140 വയസ്സ് പിന്നിട്ട തൃശ്ശൂരിലെ മൃഗശാല പുത്തൂരിലേക്ക് മാറ്റി സ്ഥാപിക്കുന്നു. ഡിസൈനറായ ജോൺ കോയുടെ രൂപകൽപ്പനയിൽ 336 ഏക്കർ സ്ഥലത്ത് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള പാർക്കാണ് ഇവിടെ സജ്ജമായിരിക്കുന്നത്. ആയതിനാൽ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ ഡിസൈനർ സൂ എന്ന സവിശേഷതയും തൃശ്ശൂർ സുവോളജിക്കൽ പാർക്കിന് തന്നെ. തൃശ്ശൂർ ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന ഒരു പ്രകൃതി ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അവതരിപ്പിച്ച കിഫ്ബി എന്ന പദ്ധതിയാണ് ജനങ്ങളിലൂടെ പുത്തൂർ സുവോളജി പാർക്ക് എല്ലാവരും സന്തോഷത്തിലാണ്. ആ സന്തോഷത്തിൽ പൂർണ്ണമായും പങ്കുചേർന്നുകൊണ്ട്
എല്ലാവരുടെയും അനുമതിയോടെ നാടിന് സമർപ്പിച്ചതായി ആദ്യമായി അറിയിക്കട്ടെ. തൃശ്ശൂർ നിവാസികളുടെ ഒരു സ്വപ്നം ഇത് സാക്ഷാത്കരിക്കപ്പെട്ടത് യഥാർത്ഥത്തിൽ 2021 2016-21 കാലത്ത് അധികാരത്തിലിരുന്ന ഗവൺമെൻറ്റിന് തുടർഭരണം ജനങ്ങൾ സമ്മാനിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് എന്ന് അഭിമാനത്തോടെ പറയാൻ തയ്യാറാവുകയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? നമ്മുടെ നാടിന് പല ദുരനുഭവങ്ങളുണ്ട്. ഒരു ഘട്ടത്തിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോയ പ്രവർത്തനം പിന്നൊരു ഘട്ടത്തിൽ മന്ദീഭവിച്ചു പോകുന്നത് പലയിടങ്ങളിലായി നാം കണ്ടിട്ടുണ്ട്. ആ ഒരു വിഷമസ്ഥിതി ഇതിനുണ്ടായില്ല എന്നതാണ് നാം പ്രത്യേകമായി കാണേണ്ടത്. ഇപ്പോൾ ഇവിടെ പറയുകയുണ്ടായി, കുറച്ച് ദിവസങ്ങളായി തന്നെ നിങ്ങൾ ഇതിൻ്റേതായ ആഘോഷ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ സമാപനമെന്ന നിലക്കാണ് വൻപിച്ച ജനപങ്കാളിത്തം ഈ പരിപാടിയിൽ ഉണ്ടായിരിക്കുന്നത്. ഇവിടെ ഒരുക്കിയ സ്ഥലം ആളുകൾക്ക് മതിയാകാത്തതുകൊണ്ട് ഇപ്പോഴും ഇതിന് പുറത്ത് കാത്തു നിൽക്കേണ്ടി വന്നവരുണ്ടായിട്ടുണ്ട്. മാത്രമല്ല, ഇപ്പുറം കാണുന്ന ആ ഇടങ്ങളിലൊക്കെ ആളുകൾ വരാൻ ഇവർ പ്രതീക്ഷിച്ചില്ല, സംഘാടകർ പ്രതീക്ഷിച്ചില്ല. പക്ഷേ സംഘാടകർ പ്രതീക്ഷിക്കാതെ തന്നെ അവരെല്ലാം ജനങ്ങൾ ഇങ്ങോട്ട് കടന്നു വന്നതായിട്ടും കാണുന്നുണ്ട്. 4 പതിറ്റാണ്ടോളമായി ഈ ഒരു പദ്ധതി യാഥാർത്ഥ്യമാകാൻ ജനങ്ങൾ കാത്തിരിക്കുകയായിരുന്നു. അതിനാണ് ഇന്ന് വിരാമമായത്. ഇവിടെ തൃശ്ശൂരിലെ മൃഗശാല മാറ്റണം, മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റണം എന്നീ ആവശ്യത്തിന് ദശാബ്ദങ്ങളുടെ പഴക്കമുണ്ട്. ആ മൃഗശാലയിൽ മൃഗങ്ങൾക്ക് നേരിടേണ്ടി വന്ന ദുരിതങ്ങളെപ്പറ്റി സ്വാഗത പ്രസംഗത്തിൽ പരാമർശിക്കുകയുണ്ടായി. വൈലോപ്പിള്ളിയുടെ കവിതയെക്കുറിച്ച് പരാമർശിച്ചു. കൃഷ്ണമൃഗങ്ങൾ എന്നീ ആ കവിത ഇവിടുത്തെയല്ല, തൃശ്ശൂരിലെ മൃഗശാലയിലെ മൃഗങ്ങൾ അനുഭവിക്കുന്ന വിഷമം കണക്കിലെടുത്ത് വൈലോപ്പള്ളി രചിച്ചതായിരുന്നു. ഏതായാലും വൈലോപ്പള്ളിയെപ്പോലുള്ള പലരുടെ ആഗ്രഹം ഇപ്പോൾ സഫലീകരിക്കപ്പെട്ടിരിക്കുകയാണ്. കിഫ്ബി മുഖേന മുടങ്ങിക്കിടന്ന ഈ പദ്ധതി യാഥാർത്ഥ്യമായതിനെക്കുറിച്ച് ഇവിടെ പരാമർശിക്കുകയുണ്ടായി. 341 കോടി രൂപ അതിനുവേണ്ടി ചെലവാക്കിയിട്ടുണ്ട്. എന്നാൽ കിഫ്ബി ഈ 341-ലൊന്നുമല്ല നിൽക്കുന്നത് എന്നത് നമുക്കെല്ലാവർക്കും അറിയാം. കിഫ്ബി കേരളത്തിൻ്റെ പശ്ചാത്തല സൗകര്യ വികസന രംഗത്ത് വലിയ തോതിൽ സഹായം നൽകാൻ തയ്യാറായ ഒരു സംവിധാനമാണ്. ഇത്തരമൊരു സംവിധാനത്തെക്കുറിച്ച് ആലോചിക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ നാട് നേരിടുന്ന പ്രശ്നം, നമ്മുടെ നാടിൻ്റെ ആവശ്യങ്ങൾ വലുത്, നമ്മുടെ
വിഭവശേഷി ചെറുത്. അപ്പോൾ ഈ വിഭവശേഷി വെച്ചുകൊണ്ട് ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയാത്ത അവസ്ഥ. ഒരു സർക്കാരിന് ഖജനാവിലെ പണം ഉപയോഗിച്ച് ബജറ്റിലൂടെയാണ് പദ്ധതികൾ നിർവഹിക്കാൻ സാധിക്കുക. അത് വിഭവശേഷിക്ക് അനുസൃതമായി മാത്രമേ സാധിക്കൂ. സോ അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് നേരത്തെ കാണിച്ചത് ഉദ്ഘാടനം കാണലൊക്കെ ആയിരുന്നു. ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടില്ല. അത്രയും റഷാണ്. നമുക്ക് നേരം പോലും ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. നമ്മുടെ ചീഫ് മിനിസ്റ്റർ വന്ന പൊസിഷൻസ് പോലും നമുക്ക് നേരം പോലും എടുക്കാൻ പറ്റില്ല. അത്രയും റഷും കാണലൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? ഇത് പിന്നെ അടുത്ത ജനുവരിയിലാണ് ഫുള്ളായിട്ട് ഇത് ഓപ്പൺ ചെയ്ത് കൊടുക്കുള്ളൂ. പബ്ലിക്കിനെ ഫുള്ളായിട്ട് ഫുൾ വർക്ക് കഴിഞ്ഞിട്ടുമില്ല. അതുപോലെ മൃഗങ്ങളൊന്നും വന്നിട്ടില്ല. അടുത്ത ജനുവരിയിൽ മാത്രമാണ് ഇത് ഫുള്ളായിട്ട് ഏകദേശം ഓപ്പൺ ആവുള്ളൂ. സോ അപ്പോൾ എൻട്രി ഇന്നില്ല. കാരണം ഞങ്ങൾ ചോദിച്ചപ്പോഴും പറഞ്ഞത് എൻട്രി ഇന്ന് കയറാൻ ശ്രമിക്കില്ല. കാരണം അവിടെ റെസ്ട്രിക്ഷൻസ് കാണലൊക്കെ ഉണ്ട്. വർക്ക് ഫുള്ളായി കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് അത് ഷൂട്ട് ചെയ്യാനൊന്നും പാടില്ല. അത് കയറി കഴിഞ്ഞാൽ ഇപ്പോൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ അവർക്ക് ചെയ്യാൻ പറ്റില്ല. അതൊക്കെ അവരെ ബാധിക്കുന്ന കാര്യം. അതുകൊണ്ട് അതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. സോ നെക്സ്റ്റ് ഇയർ ജനുവരി ഫെബ്രുവരിയാണ് ഇവിടെ ഓപ്പൺ ആവുള്ളൂ. പക്ഷേ ഇത് ഒരു കാര്യം ഷുവറാണ്, അത് ഗംഭീരമാണ്. അപ്പോൾ നമ്മൾ പറ്റുന്ന വിഷ്വൽസ്, ഉദ്ഘാടനത്തിൻ്റെ പറ്റുന്ന വിഷ്വൽസൊക്കെ നമ്മളിതിൽ ക്യാപ്ചർ ചെയ്ത് നോക്കിയിട്ടുണ്ട്. കാരണം ചീഫ് മിനിസ്റ്റർ വന്നൊക്കെ നമുക്ക് ചെറുതായിട്ടേ കിട്ടിയിട്ടുള്ളൂ. കാരണം അത്രയും റഷ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാടിൻ്റെ ഒരു ഉത്സവമുള്ള അതേ ഒരു ആംബിയൻസ് ആയിരുന്നു ഇവിടെ ശരിക്കും ഉണ്ടായിരുന്നത് അല്ലേ? എന്താ തോന്നുന്നത്? അതായത് ഇപ്പൊ ഈ പുത്തൂർ സുവോളജിക്കൽ പാർക്ക് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അറിയാം, ഏഷ്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പാർക്കാണ് ഇവിടെ വരുന്നത്. ഇവിടെ ഇപ്പോൾ പല അനിമൽസിനെ ഇവിടെ കൊണ്ടുവരുന്നു. ഇപ്പോൾ നമ്മുടെ മിനിസ്റ്റർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ സിംഹവാലൻ കുരങ്ങ് പോലെയുള്ള കുരങ്ങുകളെ സൈലന്റ് വാലിയിൽ നിന്നാണ് ഇവിടേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ സൈലന്റ് വാലിയിലെ അതേ ഒരു ആവാസ വ്യവസ്ഥയാണ് ഇവിടെ അവർക്ക് വേണ്ടി ഒരുക്കുന്നത്. ആ ഒരു ക്രിയേഷൻ, അതായത് അതേ ഒരു ആംബിയൻസ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു രീതി, അത് വളരെ എടുത്തു പറയേണ്ടതാണ്. അപ്പൊ നമ്മൾ ഇതിന്റെ അകത്തേക്ക് ഇനി കയറാൻ കഴിയുമ്പോഴാണ് നമുക്ക് അതിനെ കുറിച്ച് കൂടുതൽ അറിയാൻ കഴിയുള്ളൂ. എന്നാലും ആ മൃഗങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള ഒരു ആവാസ വ്യവസ്ഥ ഇവിടെ ഒരുക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് വലിയൊരു വിജയമാണ് ഗവൺമെന്റിന്റെ. അത് എടുത്തു പറയേണ്ടതാണ്.